നമ്മുടെ ഒരു സ്റ്റോർ ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞ് കഷ്ടപ്പെട്ട് കയറി വന്ന് നോക്കി വന്നാലേ അവിടെ എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സ്ഥലമാണ് നമ്മൾ ചൂസ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഒരു സാഹചര്യമില്ല അങ്ങോട്ടൊരു കസ്റ്റമർ വരാൻ. കല്യാണ സാരി എടുക്കാൻ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. ഒരു വണ്ടി പോലും പോകാത്ത വഴിയായിരുന്നു. അവിടെ മുഴുവൻ ട്രാഫിക് ബ്ലോക്കായി. വീഡിയോ കോൾ ചെയ്ത് വരുന്നത് ഈ സാധനം ഇങ്ങനെ റിവീൽ ചെയ്ത് വരുന്നതാണ്. ഞാൻ അന്നേരം അർച്ചനയുടെ കാര്യമില്ല, അർച്ചന ഈ കുഞ്ഞു പിള്ളേർ ചാടുന്ന പോലെ ഒറ്റ ചാട്ടം. അപ്പം പിള്ളേരെല്ലാം ഭയങ്കരമായിട്ട് അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ വെച്ചിരുന്ന കുഴി എനിക്ക് തന്നെ തിരിച്ചു വന്നതാണ്. ഞാൻ അടുത്ത കാലത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു മൊമെന്റ്. ഞാനിപ്പോൾ എൻ്റെ ക്വാളിറ്റി ആയിട്ട് പറയുന്നതാണ്. കൂടുതൽ ഞാനൊന്നും ആലോചിക്കാൻ പോകാറില്ല. അങ്ങ് ചെയ്യും. ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും തിരിഞ്ഞു നോക്കുമ്പോൾ അയ്യോ ആണോ. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ അപ്പോൾ നല്ല സ്പേസ്. എന്നെ പോലെ ഒരു ചെറിയ വട്ടനാണ് എൻ്റെ അപ്പനും. നമ്മുടെ കടയിലുള്ള ഒരു 850 രൂപയുടെ സാരി മുതൽ ഇപ്പം എൻ്റെ കയ്യിലുള്ളതൊരു 1,20,000 രൂപയുടെ സാരിയാണ് അങ്ങേ അറ്റത്തെ ഉള്ളത്. ആ 1,20,000 രൂപയുടെ സാരി വരെ ഞാൻ കാണാതെ എൻ്റെ കടയിൽ ഇരിപ്പില്ല. ഞാനിപ്പോഴും ഓർക്കുന്നത്, ഞാൻ തിയേറ്ററിൽ ഇരിക്കുമ്പോഴത്തേനാണ് ദിയ എന്നെ വിളിക്കുന്നത്. ഞാൻ ഓർത്തത് ദിയ ജോയൽ നമുക്കൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്. ആദ്യത്തെ ഇമ്മീഡിയറ്റ് ഫാമിലി അല്ലാതെ പിന്നെ ആദ്യം പറയുന്ന ജോയലിനോടാണ് എൻ്റെ വളകാപ്പ് വരാൻ പോവാണ്. ഞാൻ ഒരു അടിപൊളി സാരി ജോയൽ തന്നെ ഇത് ചെയ്യണം, വേറെ ആരും ഞാൻ നോക്കുന്നുണ്ട്, വേറെ ഓപ്ഷനും ഞാൻ നോക്കുന്നില്ല. അപ്പോൾ അതെൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി പോലത്തെ ഒരു സാധനമായി. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദിയ കൃഷ്ണൻ്റെ കാര്യം അങ്ങനത്തെ ഒരു സാധനമാണ്.